ഹലോ ഗൈസ്, പ്രിൻസ് ഓഫ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അത് ജസ്റ്റ് ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. വലുതായിട്ട് റിവ്യൂ ചെയ്യാനൊന്നുമില്ല. ഒരു അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ബൾബാണ്. നിങ്ങൾ ബൾബ് എന്ന് കേൾക്കുന്ന സമയത്ത് നെറ്റ് വിളിക്കൊന്നും വേണ്ട. ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു സ്മാർട്ട് ബൾബാണ്, വൈഫൈയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മാർട്ട് ബൾബാണ്. 16 മില്യൺസ് ഓഫ് കളേഴ്സ്, അങ്ങനെ കുറേ അധികം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബൾബാണ്. അതായത് ഈ ഒരു ബൾബിൻ്റെ ഉള്ളിൽ വൈഫൈ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിൽ പരിചയപ്പെട്ടില്ല ഏറ്റവും ഒരു അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിലൊന്നാണിത്. ഇതിന് കൂടുതൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അൺബോക്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 1 month ആയി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് വെച്ചിരുന്നു. കിട്ടിയ സമയത്ത് ഫസ്റ്റ് ആയിട്ട് അൺബോക്സ് ചെയ്തിട്ട് റീപാക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അൺബോക്സിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഒരു വലിയൊരു ഹ്യൂജ് ബോക്സ് ആണ്. ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മിച്ചിൻ്റെ ആ ഒരു ബൾബ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് റീപാക്ക് ചെയ്തതാണ്. ഒന്നുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ സ്മിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു യൂസർ ഗൈഡ് ഇവിടെ വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ റേഞ്ചും എത്ര മില്യൺ കളേഴ്സ് അങ്ങനത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. അങ്ങനത്തെ കുറച്ച് വാർണിംഗ് ഇൻസ്ട്രക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 1 year വാറൻറ്റി ഉണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. പിന്നെ ബോക്സിൽ വരുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ബൾബ് തന്നെയാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് വരാം. അതുപോലെ ഇതാണ് നമ്മുടെ ബൾബ് എന്ന് പറയുന്നത്. സ്മിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു നൈസ് ബൾബാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു നോർമൽ LED ബൾബ് പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ബൾബാണ്. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൾബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബൾബിൻ്റെ ഉള്ളിൽ വൈഫൈ ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റുകളിലൊന്ന്. അതുപോലെ തന്നെ 16 മില്യൺസ് ഓഫ് കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ മാറ്റാനായിട്ട് പറ്റും. ഒരു കളർ വീല് നമുക്ക് കിട്ടും. നിങ്ങൾ ഈ ഒരു RGB ഒക്കെ നമ്മളെ PC-യിലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരു സർക്കിളായിട്ട് ആ RGB വീല് നമുക്ക് കിട്ടും. അതിലുള്ള 16 മില്യൺസ് ഓഫ് കളേഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആക്കാം. അത് എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ ബാക്കിയുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതൊരു 10 വാട്ടാണ് ഈ ഒരു ബൾബ് വരുന്നത്. നമ്മളെ നോർമൽ LED ബൾബിലാറെ കുറച്ചുകൂടെ പവർ കൂടിയ ബൾബാണ്. 10 വാട്ടാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും 50 ഹെർട്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കറണ്ടിൻ്റെത്. അപ്പോൾ 50 ഹെർട്സ് ആണ് ഇതിൽ വരുന്നത്. എല്ലാ ബൾബിലും 50 ഹെർട്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല ലൈറ്റുകളിൽ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ പോലുള്ള വോയിസ് അസിസ്റ്റന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. മൈ സ്മിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ പല തരത്തിലുള്ള എഫക്റ്റും അതുപോലെ തന്നെ മ്യൂസിക്കിനനുസരിച്ച് ബ്ലിങ്ക് ചെയ്യുന്ന എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ലൈവായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് കളർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2800 കെൽവിൻ മുതൽ 6500 കെൽവിൻ വരെയാണ് ഇതിന്റെ ആ ഒരു ടെമ്പറേച്ചറിന്റെ കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റൻസിറ്റി, ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ആപ്പൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് തന്നെ ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ. ഞാൻ ഇതിവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്താൽ തന്നെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ വൈറ്റ് ഒക്കെ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മൈ സ്മിച്ച് എന്ന് പറയുന്ന ഒരു ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇത് എന്തൊക്കെയാണ് കാട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു ഇനിഷ്യൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇമെയിൽ ID ഒക്കെ കൊടുത്തൊന്ന് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻസ് വരും. ഏത് മോഡൽ ഓഫ് ബൾബാണ് നമ്മുടെ എന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമായിരിക്കും നമുക്ക് ഇതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യണം. അതായത് ഇതിൽ വരുന്നൊരു വൈഫൈ ഉണ്ട്.
അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റൂട്ടർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. റൂട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബൾബിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇത് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾ ആദ്യം തന്നെ കണക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂട്ടർ വെച്ച് കണക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് വീട്ടിൽ വൈഫൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്യുക. അതായത് ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നിങ്ങളുടെ ഫോണിൽ എത്തണം. അതിനുശേഷം ആദ്യം തന്നെ ഈ ഒരു ബൾബ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ സ്മാർട്ട് ഫോൺസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ TV, PC, അതുപോലെ തന്നെ വാച്ചൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ബൾബ് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും, ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഒരു ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് പിന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. അതിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എഫക്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാൻഡിൽ എഫക്റ്റ് ഉണ്ട്. ക്യാൻഡിൽ എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓരോരോ ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ട്രോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. സ്ട്രോബ് എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് അതിങ്ങനെ പെട്ടെന്ന് മിന്നി കളിക്കുന്ന ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറേ അധികം എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് സിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഈ ബ്രാൻഡിൻ്റെ തന്നെ 1-2 ബൾബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. എൻ്റെ അടുത്ത് ഇപ്പോൾ കറൻ്റ്ലി 1 ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കളർ വീലിലുള്ളത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷന്. ഇതിൽ വൈറ്റ് ലൈറ്റ്, അതായത് പ്യുവർ വൈറ്റ് ലൈറ്റ് കിട്ടില്ല. ഓക്കെ, അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു പ്യുവർ വൈറ്റ് ലൈറ്റ് കിട്ടില്ല. നമുക്കതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് വോയിസ് അസിസ്റ്റൻറ്റ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ, അതായത് അതിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അടുത്ത് അലക്സ ഇല്ല, അതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. അലക്സയിലും ഇതുപോലെയൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ എങ്ങനെ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അത് തന്നെ നിങ്ങളെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ആ ഒരു ഇത് ലിങ്കായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഗൂഗിളിനോട് പറഞ്ഞിട്ട് ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾക്ക് പറ്റും. അതിൻ്റെ ചെറിയൊരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ ടേൺ ഓഫ് ലൈറ്റ്. Hey Google, turn on light. Hey Google, change PC light to green. കണ്ടില്ലേ, ഒരു അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 300 രൂപക്കാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ റിയൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 700 രൂപയാണ്. ഓഫർ വരാറുണ്ട്, ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ വരാറുണ്ട്. 300 രൂപ 350 രൂപക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു ബൾബ് അവൈലബിൾ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങളിതൊന്ന് പർച്ചേസ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയും. കാരണം 300 രൂപക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ബൾബിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ ഇങ്ങനത്തെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ID, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക്
അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഡിസ്കോഡ് പേജും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല, എബൌട്ട് സെക്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. സീ സൂൺ. ബൈ.